ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. എതിരാളിയെ കീഴടക്കാൻ ഏതായുധവും എടുത്തു പ്രയോഗിക്കാനുള്ള ശൗര്യവും വീര്യവും അങ്കക്കലി പൂണ്ടു നിൽക്കുന്നവർ കാണിക്കും. ചില പയറ്റുകളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകമേ ഉലകം നാടകമേ ഉലകം. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെക്കുന്നവർക്ക് മിനിമം വേണ്ടത് തൊലിക്കെട്ടി മാത്രമല്ല, അസാധ്യമായ മനക്കെട്ടിയാണ് മുഖ്യമായും വേണ്ടത്. ഈ ജീവിതമൊരു പാരാവാരം എന്തെന്ത ഭാരം അലറും തിരമാലകൾ അടിയിൽ വൻചുഴികൾ തിരമുറിച്ചെന്നും മറുതീരം തേടി തുഴയുന്നു ഞാനേകന. സത്യത്തിൽ യാതനകളും വേദനകളും മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട സീരിയൽ നായികയുടെ അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യൻ. എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. കോഴയെന്നും കോഴിയെന്നും കഴുപ്പണം കെട്ടവനെന്നും എന്തൊക്കെ ആരോപണങ്ങൾ ഈ 5 കൊല്ലക്കാലമായി അദ്ദേഹം കേൾക്കുന്നു. കേരളത്തിലെ ജനങ്ങളാകെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. മുഖ്യമന്ത്രി ഈ നാടിന് അപമാനമാണ്. ഇതിൽ പരം നാണക്കേട് കേരളത്തിന് സംഭാവന ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും കഴിയുകയുമില്ല. ദയവേത് കേരളത്തിലെ അമ്മമ്മമാരെ ഓർത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഒഴിഞ്ഞു പോകണം. ഈ ജീവിതമൊരു പാരാവാരം എന്തെന്ത ഭാരം അലറും തിരമാലകൾ അടിയിൽ വൻചുഴികൾ തിരമുറിച്ചെന്നും മറുതീരം തേടി തുഴയുന്നു ഞാനേകന. ഇത്രയും സഹനശക്തി മറ്റാരിലും കണ്ടിട്ടില്ല. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. വാരത്തിൽ ഒരു പാര ഈ പാവത്തിന്റെ ദേഹത്ത് തറച്ചിരിക്കും. ഈ ജീവിതമൊരു പാരാവാരം എന്തെന്ത ഭാരം അലറും തിരമാലകൾ അടിയിൽ വൻചുഴികൾ തിരമുറിച്ചെന്നും മറുതീരം തേടി തുഴയുന്നു ഞാനേകന. വെള്ളാപ്പള്ളിയാഗം എന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിലാണ് കൊല്ലത്ത് പ്രതിമ അനാച്ഛാദനയാഗം മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ സാർ സമുചിതമായി കൊണ്ടാടിയത്. ഈരേഴ് 14 ജില്ലയിൽ നിന്നും ആളുകളെത്തി. പക്ഷേ മുഖ്യമന്ത്രിയെ മാത്രം ഈ യാഗത്തിൽ നിന്നും വെള്ളാപ്പള്ളി അദ്ദേഹം അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടുമാണ് അതിൽ നിന്നൊഴിഞ്ഞത്. ഞാൻ അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞതും ആത്മാർത്ഥമായിട്ട്. കാരണം ആ സമ്മേളനം ഭംഗിയായും വൃത്തിയായും അലമ്പില്ലാതെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ആ യോഗത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു അപശബ്ദം ഉണ്ടായാൽ ആ സമ്മേളനം അലങ്കോലപ്പെടും. കേട്ടവർ ഞെട്ടി. ചിലർ
പല കഷണങ്ങളായി പൊട്ടിത്തെറിച്ചു. BJP നേതാക്കളും തയ്യാറാക്കിയ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഇന്നലത്തെ മോഡിയുടെ പ്രസംഗം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ അതിൻ്റെ ദല്ലാൽ പണി ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസുകാരനും ശ്രീനാരായണീയനുമായിരുന്ന R. ശങ്കറിൽ ജനസംഘം ബന്ധം അടിച്ചേൽപ്പിക്കാൻ മോഡി നടത്തിയ ശ്രമം R. ശങ്കറിനോട് കാട്ടിയ കൊടും ക്രൂരതയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ R. ശങ്കറിനെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഇന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വായി തുറന്നത്. അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ഒരു ഒത്തുകളിയായിരുന്നു ഈ എന്ന വസ്തുത പുറത്തു വന്നിരിക്കുക. പക്ഷെ ക്ഷണിച്ചതിന് ശേഷം ഏത് സാഹചര്യത്തിൽ ആ ക്ഷണം പിൻവലിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇനിയെങ്കിലും വ്യക്തമാക്കണം. വെള്ളാപ്പള്ളിയുടെ ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര നിഷേധിച്ചാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കേണ്ട എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയണമായിരുന്നു. എവിടെ നിന്ന് വന്നു, ആരുടെ ഭാഗത്തുനിന്ന് വന്നു, എന്താണെന്ന് പറയണ്ടേ? അത് പറയാതെ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഒഴിഞ്ഞു മാറുന്നത് തന്നെ ഇവിടെ നേരത്തെ നടത്തി വരുന്ന രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടേ അതിനെ കാണാനാവൂ. This is not a private function, but suddenly, by the political interest of BJP, the event was converted to a private function. It is very sorry, madam. It is very sorry. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വം ഞാനേറ്റി. അതിനകത്ത് ആരും അതിനകത്ത് ഉത്തരവാദിത്വം ഏൽക്കണ്ട. ഞാൻ തന്നെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. ഉമ്മൻചാണ്ടിയെ ഞാൻ വിളിച്ചു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് പറയാനുള്ള കരുത്ത് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമന്ത്രിയായ ശേഷം മോദിജി പറന്നിറങ്ങിയത് തന്നെ വിവാദത്തിന്റെ റൺവേയിലേക്കാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്നോളമുള്ള എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഞാൻ ഇന്നിവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ്. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. ഇതിനിടയിൽ ഒരു തർജ്ജമക്കാരൻ തകരാറിലാക്കുകയും ചെയ്തു. തോന്നില്ല, പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 സാൽ കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. സുഹൃത്തിനെ തിരിച്ചറിഞ്ഞ മോദിയോട് കേരളത്തിലെ തന്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ പറഞ്ഞതെല്ലാം കേട്ടു. വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലേ ബാല? കണ്ണടച്ചു തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല? കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പില് എല്ലാം കലങ്ങി തെളിയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് മോദിജി ഡൽഹിയിലേക്ക് പറന്നത്. ഒരു CD ഉരുണ്ടുവന്ന് എവിടേക്കോ പോയി മറഞ്ഞതിന് ശേഷം പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി മഴയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി മഴയുള്ള കൂട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഉറച്ചിരിക്കുന്നു. അതിന് വേണ്ട എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്നെ വിസ്തരിക്കട്ടെ, പറയാനുള്ളത് കോടതി മുമ്പാകെ കൊണ്ടു കൊടുക്കും. അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം
ദാ വരുന്നു അടുത്തത്. സംഗതി ഒരു കത്താണ്. UDFന്റെ സകല കുഴപ്പങ്ങൾക്കും കാരണഭൂതൻ ദാ ഈ നിൽക്കുന്ന ആളാണ്. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. ഈ കത്ത് ഇതാരാണ് എഴുതിയതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. താനാണോ കത്ത് എഴുതിയത്? പിന്നെ തരാം. താനല്ലോ കത്ത് എഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്. ഒരു നാറിയ എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിച്ഛായ തകർക്കാനുള്ള എല്ലാ ശ്രമത്തെയും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് കത്ത് അങ്ങനെ അയച്ചിട്ടില്ല എന്ന് ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. അത് നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിച്ഛായ തകർക്കാനുള്ള എല്ലാ ശ്രമത്തെയും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ നേരത്ത് എല്ലാവർക്കും നല്ല പിള്ളയാകണം. പിള്ളയ്ക്ക് പ്രത്യേകിച്ച്. ഉമ്മൻചാണ്ടിയുടെ വരെ തല ഉരുടും. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഒരു അവധൂതനെ പോലെ ഇടയ്ക്ക് രംഗപ്രവേശം ചെയ്യുന്ന ആളാണ് അന്തോണിച്ച്. ഭയാനകമായ നിലയിലുള്ള സ്ഥിതിയാണ്. ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷൻ മുതൽ ഏറ്റവും ഉയർന്ന ക്ലാസ്സിലെ അഡ്മിഷൻ വരെ, ഒന്നാം ക്ലാസ്സിലെ അധ്യാപന നിയമനം മുതൽ ഉയർന്ന അധ്യാപന നിയമനം വരെ ഇന്ന് എണ്ണി വാങ്ങുന്ന കോഴപ്പണത്തിൻ്റെ റേറ്റ് എത്രമാത്രം കൂടിയിരിക്കുന്നു. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷങ്ങൾ പോലെ. അഴിമതിയുടെ തുടക്കം വിദ്യാഭ്യാസ മേഖലയിലാണ്. ഈ അടുത്ത കാലത്ത് നല്ല വിശേഷങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യം പ്രവേശനത്തിന്, സ്കൂൾ പ്രവേശനത്തിന് മുതൽ കോളേജ് പ്രവേശനത്തിന് മുതൽ സ്കൂൾ ടീച്ചറാകാൻ മുതൽ കോളേജ് അധ്യാപകന്മാരെ ആകാൻ വരെ കാശ് കൊടുക്കേണ്ട സ്ഥിതി രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ ഇനി സുവിശേഷകൻ പ്രസ്താവിച്ചിട്ട് വേണം അറിയാൻ. പണം ചോദിക്കാത്ത വിദ്യാലയങ്ങൾ എത്രയുണ്ടെന്ന് അന്വേഷിച്ചിരിക്കുന്നു. മഹാപുരുഷയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ഈ രാജ്യത്തിന് പരിഹാരം ഉണ്ടാകണ്ടേ? ഇതിനെവിടെയെങ്കിലും മറ്റൊരു അവസാനം ഉണ്ടാകണ്ടേ? ഈ നടത്തുന്നവർ കൂടുതലും സമൂഹത്തിൽ വളരെയേറെ സ്വാധീനമുള്ളവരായതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഈ പകൽ കൊള്ളയ്ക്കെതിരായി, ഏറ്റവും വലിയ അഴിമതിക്കെതിരായി മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഒരുതരം ഭീരുത്വമല്ലേ? രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ പ്രീതിയാവട്ടെ പുൽക്കൂടിയിലെ മഞ്ഞുതുള്ളി. സാറേ, ഇതൊക്കെ നാട്ടുനടപ്പനുസരിച്ചുള്ള സമ്പ്രദായങ്ങളാണ്. ജനങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശീലിച്ചു തുടങ്ങി. സാറിന് പുതിയ സുവിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറ സാറേ. നാടകമേ ഉലകം, നാടകമേ ഉലകം. സുവിശേഷങ്ങളുമായി നാടകമേ ഉലകം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം. നാടക
നാടകമേ ഉലകം നാടകമേ ഉലകം